ഇതാണ് ഗൈസ് എന്റെ നാട്ടിലെ ഗ്യാങ്. ഇത് പണ്ട് ഞങ്ങൾ മൈസൂർ പോയപ്പെടുത്ത ഫോട്ടോ. ഇപ്പൊ ഒരൊറ്റ വ്യത്യാസമുള്ളൂ, ഒറ്റെണ്ണം നാട്ടിലില്ല, ഒക്കെ യൂറോപ്പിലാണ്. പ്രണവ് ചിരിച്ചേ, ഇനി ഞാൻ വരാട്ടാ. അതെ ഗൈസ്, അങ്ങനെ അവന്മാര് മാൾട്ടേന്ന് ജർമ്മനിയിലോട്ട് ലാൻഡ് ആയിട്ടുണ്ട്. എന്റെ വീഡിയോ ആദ്യം തുടങ്ങി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മുഖമൊക്കെ പരിചിതം ഒരുക്കുള്ളൂ. അപ്പൊ മാൾട്ടീസ് മലയാളീസ് ജർമ്മനിയിൽ തെരപ്പര, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സുസ്വാഗതം. ഈ TV ടവർ എന്നുള്ള സാധനം ഇത്തിരി എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ വെറും €6 ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പരിപാടി എടുത്താം. അപ്പൊ ആദ്യം തന്നെ ബെർലിന്റെ ഒരു ടോപ്പ് വ്യൂ അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചെക്കന്മാരെ അങ്ങോട്ട് സന്തോഷിപ്പിക്കാം. ഈ കാണുന്നെല്ലാം ജർമ്മൻ മതാമാരുടെ കിസുകളാണ് ഗൈസ്. ഷാരൻ ടോപ്പിൽ നിൽക്കുന്ന ഫോട്ടോ ആണ്. ഇവിടെയാണ് മറ്റേ സ്വിങ് ഉള്ളത്. ആ TV ടവറിന്റെ മുകളിൽ കയറാൻ വേണ്ടി നമുക്ക് €45. ഇപ്പൊ പക്ഷെ ഒരു കാര്യം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ്സിൽ കൂടി നമ്മൾ കാണാൻ പോണത്. നമുക്കിവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കാണാൻ മൊത്തത്തിൽ ബിയർ മേടിക്കാൻ പറ്റും. ഇവിടെ ബിയറും ഡ്രിങ്ക്സ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. അൾട്രാ വൈഡ് ഇട്ടൊന്ന് കാണിച്ചു തരാം. ഈ ഏരിയയാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കണം. നല്ല അടുക്കിടലും വ്യൂ അല്ലേ എൻ്റെ മുകളിൽ, സൂപ്പർ വ്യൂ ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. €6 കൊടുക്കണം ഇവിടെ, എന്നാലും നമ്മളിങ്ങനെ റിലാക്സ് ഒക്കെ ആയിട്ടിരിക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. ഇതൊക്കെ മേടിച്ച് നൈസായിട്ട് ബിയറൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുക. അതെ, അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇനി ഇവരെ കൊണ്ടുപോകാൻ പോണത് കത്തീഡ്രൽ പള്ളി കാണിക്കാൻ വേണ്ടിയാണ്. വേൾഡ് മാപ്പല്ലേ, വേൾഡ് ക്ലോക്ക്. അതിനകത്ത് വേണ്ട ന്യൂഡൽഹി, ഇത് കിടക്കണണ്ട ന്യൂഡൽഹി, കറാച്ചി. ഇത് സംഭവം സോവനീർ. ഇവിടെ നിന്ന് മേടിക്കണം. ഐ ലവ് ബെർലിൻ സോവനീർ കോണ്ടം. നിനക്ക് ട്രിപ്ലെക്സൽ ഉണ്ടോ? പോലെ ട്രിപ്ലെക്സിൽ എന്താ കോണ്ടം, ട്രിപ്ലെക്സൽ കോണ്ടം. ഗൂഗിൾ പറയണത് ഈ കല്ലുകൾ മേടിക്കണമെന്നാണ്. സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ബെർലിൻ വാൾ സ്റ്റോൺ 1961 പണിതു, 89 പൊളിച്ചു. കണ്ടുപിടിച്ചിരിക്കുന്നു ഗൂഗിൾ, കണ്ടുപിടിച്ചു. കത്തീഡ്രലിലേക്ക് പോണ വഴിക്കാണ് ഈ പറഞ്ഞ ഹാക്കഷ് മാറ്റും ഇങ്ങനെയുള്ള കുറേ വ്യൂ പോയിന്റൊക്കെ ഈ ബെർലിനിലുള്ളത്. അപ്പോൾ പോണ വഴിക്കാൻ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഫുഡ് നമ്മുടെ ഇവിടുത്തെ ഒരു ബെർലിനിലെ ഒരു വെറൈറ്റി സാധനം ട്രൈ ചെയ്യാൻ പോകണം. ഇവിടുത്തെ കറി ബൂസ്റ്റ് ഗൈസ്, ഈ സാധനം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. തിരക്കൊക്കെ ഇവിടുത്തെ ഈ തിരക്ക് ഈ കടയിൽ എപ്പോഴും ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഈ ഒറിജിനൽ കറി ബൂസ്റ്റും ചിലപ്പോൾ പോമസ് കൊടുക്കും. നല്ല തിരക്കാണ് വെച്ചാൽ. നല്ല തൂത്തിരിക്കുക, നല്ലത്. അതല്ലേ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഒരു ടേസ്റ്റ്. മറ്റേ നോർത്ത് ഇന്ത്യയിലെ കറി പൗഡറല്ലേ, അതിന്റെ ഫ്ലേവർ. ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങിയപ്പോഴാണ് ദേവൃത്തം വെള്ളത്തിൽ ചാടി ചാവാൻ നോക്കിയേക്കണം. അവനപ്പം തന്നെ ഒരു ജർമ്മൻകാരൻ ചാടി രക്ഷപ്പെടുത്തി. അതുകൊണ്ട് അവന്റെ ആഗ്രഹം അവന് സഫലീകരിക്കാൻ പറ്റിയില്ലട്ടാ. ഈ സംഭവം നടന്നു കഴിഞ്ഞ് 1 മിനിറ്റിനുള്ളിൽ 2 പോലീസ് ജീപ്പ്, 2 ആംബുലൻസ്, ഒരു ഹെലികോപ്റ്ററും. ഇതാണ് ജർമ്മനിയിലെ റെസ്ക്യൂ സിസ്റ്റം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് ടീം പറന്നെത്തും. ഇതാണ് മക്കളെ ജർമ്മനി, ഇതാണ് ജർമ്മനി. ഇതാണ് ഹെലികോപ്റ്റർ. ഇനി ഹെലികോപ്റ്റർ ആരും കണ്ടില്ലെന്നോണ്ട മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ, ജർമ്മൻ റെസ്ക്യൂ ഹെലികോപ്റ്റർ. ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ പോകുന്നതിനെ കൂടെ നോക്കിക്കൊണ്ട് നമുക്കിവിടുന്ന് പോകട്ടാ. പൊക്ക് പൈലറ്റേ പൊക്ക്. വണ്ടി കയറി റിപ്പോർട്ടൊക്കെ സെറ്റായി. ആൾ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയി. മരിക്കാൻ ശ്രമിച്ച ആൾ ആംബുലൻസിൽ പോയി. അതെ, ഹെലികോപ്റ്റർ എടുക്കാൻ പോണു. മാൾട്ടയിൽ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഗോസോലുണ്ട്, കാരണം ഗോസോല് ഹോസ്പിറ്റലില് ആകെ ഒരെണ്ണുള്ളൂ. അതുകൊണ്ട് എമർജൻസി വന്നു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ വരും, നേരെ മാൾട്ട പോകും. സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുമ്പ് ചുറ്റിനും പോലീസുകാർ നിന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് മാറ്റി. ഈ ഏരിയയിലേക്ക് ആരെയും വരുത്താതെ ഫുള്ള് സറൗണ്ടിങ്സ് ചെക്ക് ചെയ്തിട്ടാണ് അവന്മാർ ഹെലികോപ്റ്റർ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സൗണ്ട് ആയിരിക്കണം അവന്മാർ പറയണം. എൻ്റെ പൊന്നറിയാ, അതാണ് ഒരു മനുഷ്യന്റെ ജീവനുള്ള വില. അതെ, കറക്റ്റ് ടൈമിങ്. ജർമ്മനിയിലെ ഗൂഗിളിൽ പമ്പിൽ ജോലി കിട്ടി. ഇവിടെ നമ്മൾ സെൽഫായിട്ട് അടിക്കണം പെട്രോൾ. അത് പെട്രോൾ വെച്ച് പൂശിക്കൊണ്ടിരിക്കണം. ഫുൾ ടാങ്ക് അടിക്കാൻ പോകണം. ഫുൾ ടാങ്ക് അത് അടിക്കുമ്പോൾ എത്ര €, ആവും നമുക്ക് നോക്കട്ടെ. 36 ലിറ്ററിന് €62 ഉപ്പന്നാല്. അപ്പൊ എത്രയാണ്? €2 വന്നിട്ടില്ലല്ലോ, €2 1 ലിറ്ററിന് €1.62 എമൗണ്ട്. അങ്ങനെ 36 ലിറ്റർ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ലയിക്കാൻ പോണം. സുശി ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. ജോക്കോട്ടിന ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകണം.
ഗോകുല ഓക്കെ. ഈ സാധനം മാട്ടിണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. ആ ചോപ്സ്റ്റിക് വെച്ച് കഴിക്കുക. ഇത് എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചാൽ മതി. ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യണം. പ്രണവ് ആദ്യമായിട്ട് സൂക്ഷി കഴിക്കാൻ പോകണം. പച്ചമീൻ ഇതെല്ലാം സുഷിയാണ്. നശിപ്പിച്ചത് ആ കഴിക്കി. സുഷി അതിനെന്തായാലും ആ മീൻ എടുത്ത് കഴിക്കി. മീൻ മാത്രം എടുത്ത് കഴിക്കി. എങ്ങനെയുണ്ട് നോക്ക്. മീൻ മാത്രം എടുത്ത് കഴിക്കി. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. യൂ, എന്റെ ഒരു കൈ എവിടെയാണ്? ഫുള്ള് ഇളക്കിയിട്ട് രണ്ടൂന്ന് കൈയായിട്ട് വന്നേ. നൈസല്ലേ? ഒരു ജെല്ല് പോലത്തെ സുഷി ഏതാണ്? എല്ലാം സൂക്ഷിയാണ്. ആ ജോക്കട്ട കഴിക്കുന്നേ. എടാ പിടിക്കണ്ട, ഞാൻ കാണിച്ചില്ലേ. കൊണ്ടിപ്പ് എടുക്കാൻ പോണത് ഇൻസൈഡ് ഔട്ട് എന്നുള്ള സൂക്ഷിയാണ്. സോസ് ഇല്ലാണ്ട് കഴിക്കണം. ലേശം സോസിലുണ്ടായിരിക്കണോ? നീ ഇത് കഴിച്ചാ? ഇതിലും ബെറ്റർ ഇതായിരുന്നു. നീ ആദ്യം കഴിച്ചാൽ ഞാൻ പേര് കഴിച്ചു ഇല്ലേ? അതിനകത്ത് മറ്റേ ഇതിന് മുകളിൽ കാണുന്നില്ലേ, അത് മറ്റേ മീനിന്റെ മുട്ടയാണ്. ആ മുകളിൽ വെച്ചേക്കണം മൊത്തം. നൈസല്ലേ? അതിന്റെ സ്റ്റിക്ക് കിട്ടുമെന്നാ. മറ്റേ നല്ല നല്ല സ്റ്റിക്ക് കൂട്ടുന്ന. ഞാൻ ഈ സാധനം ട്രൈ ചെയ്യണത്. ആ സോസ് കണ്ടോ? സോസ് വേണ്ട, നീ സോസ് കഴിക്കണ്ട. കഴിച്ചോ? സോസാ അഴിഞ്ഞുകൊണ്ട് ആ മീറ്റ്. ആ സാധനം അത് ഫീലുണ്ട്. ഇനി പറ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? പ്രണവ് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല? ഞാൻ റെക്കമെൻഡ് ചെയ്ത. എന്ത് പറ്റി ഇഷ്ടപ്പെട്ടില്ല? അതോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവില്ല. നീ റെക്കമെൻഡ് ചെയ്യൂ. ഇത് കൊള്ളാം, പക്ഷെ ഇത് നമ്മുടെ നാട്ടിലെ ഹൈപ്പ് കൊടുക്കില്ലേ, അത്രയും തോന്നുന്നുണ്ട്. കാരണം കുറെ സൂക്ഷിച്ച് ആവുകയാണെന്നുണ്ട് ഇപ്പോൾ അവിടെയുള്ള മത്സരമൊക്കെ. പിന്നെ അടുത്തതായിട്ട് ഇവന്മാരെ കൊണ്ട് ഞാൻ ട്രൈ ചെയ്യിപ്പിച്ചത് നമ്മുടെ സ്വന്തം സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്കാണ്. can take the details out. Or should I do it? ഈ കടയിലുള്ള എല്ലാ വെറൈറ്റീസും നമ്മൾ മേടിച്ചിട്ടാ ഒരു സാധനം മിസ്സാക്കിയില്ല. നോക്കട്ടാ, അതാ അഭിപ്രായം പറ. അടിപൊളിയാ? പൊളി. ഏതാണ്? മാംഗോ. എങ്ങനെയുണ്ട്? ആ പൊടി. എടുക്കലേ എങ്ങനെയുണ്ടായിരുന്നു? നമ്മ എന്നിട്ട് അവസാനം പാക്ക് എടുത്ത് കാണിച്ചു കൊടുത്തേ. വീട്ടിൽ പോയിട്ട് തട്ടുന്നു. എനിക്ക് ഒറിജിനൽ മാത്രം വെച്ചിട്ട് ഐറ്റങ്ങൾ സോപ്പിട്ട് നമ്മളെ കൊണ്ട് എല്ലാം മേടിപ്പിച്ചു. ഒറിജിനൽ മാത്രം മേടിച്ചിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ബാക്കിയുള്ള എല്ലാം മോശം വരുന്നില്ല. അതിനകത്ത് ഒരെണ്ണം മാത്രം ഇഷ്ടപ്പെടാണ്ടിരുന്നുള്ളൂ, ഒരു മാംഗോ. അപ്പൊ കഴിച്ചു. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തുള്ളിൽ കാണുന്നവരെ ചൂസ്.